കൂട്ടുകാരെ, ഇറ്റ്സ് മീ ആര്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ബിനഫറിനയുടെ തലേന്നത്തെ ഒരുക്കങ്ങളാണ് കേട്ടോ. രാവിലെ തന്നെ വീടെല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടി ഞാനും അമ്മയും കൂടെ റെഡി ആയി കേട്ടോ. അപ്പോൾ തന്നെ മുളകും മല്ലിയൊക്കെ നമ്മൾ പൊടിപ്പിക്കാൻ വേണ്ടി വെയിലത്തിട്ടെന്ന് ഉണക്കുക. 3 ദിവസത്തെ വെയിൽ കൊള്ളിക്കണം കേട്ടോ. ഇത് 4ാമത്തെ ദിവസം കേട്ടോ. നമ്മൾ വെയിൽ നന്നായിട്ട് കൊള്ളിച്ചു നമ്മുടെ മുളകും മല്ലിയൊക്കെ കേട്ടോ. പിന്നെ അതിനുശേഷം ഒരുപാട് തുണികളുണ്ടായിരുന്നു എനിക്ക് കഴുകാൻ കേട്ടോ. സെറ്റ് സാരിയും സെറ്റും മുണ്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ നേരെ ഞാൻ ഇതെല്ലാം സോപ്പ് പൊടിക്കകത്ത് മുക്കി കുറച്ച് നേരം വെച്ചിട്ട് ശേഷം പിന്നെ ഞാൻ പോയിട്ട് ദോശയും ചമ്മന്തിക്കറിയും രാവിലെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം അത് കഴിച്ചു കേട്ടോ. പിന്നെ എല്ലാം ക്ലീൻ ആക്കിയപ്പോൾ ഞാൻ വെച്ച് എൻ്റെ വണ്ടിയും കൂടെ ഒന്ന് ക്ലീൻ ആക്കണം. അങ്ങനെ എൻ്റെ ഡിയോ കുട്ടനെ ഞാൻ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വെള്ളമൊക്കെ വെച്ച് നന്നായിട്ട് കഴുകി കേട്ടോ. കാരണം നമ്മൾ അമ്പലമല്ലേ, അമ്പലത്തിൽ ഉത്സവമാകുമ്പോൾ നമുക്ക് അവനെയും കൂടെ ക്ലീൻ ചെയ്തെടുക്കണ്ടേ. അങ്ങനെ അവനെ കുളിപ്പിച്ച് വൃത്തിയൊക്കെ ആക്കി കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് കാരണം വണ്ടി വാഷ് ചെയ്യാൻ കുറേ ദിവസമായി കൊടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഞാൻ തന്നെ കഴുകാമെന്ന്. അങ്ങനെയെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാൻ നേരെ പോയിട്ട് അകത്തുള്ള മാറ്റെല്ലാം എടുത്ത് വെളിയിൽ കൊണ്ടിട്ട് കേട്ടോ, വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യണമായിരുന്നു. റൂമും ഹോളും സിറ്റ് ഔട്ടും എല്ലാം തുടച്ച് വാരണമായിരുന്നു. ഞാൻ പിന്നെ എല്ലാം തൂത്ത് വാരിയിട്ട് ഞാൻ സിറ്റ് ഔട്ടാണ് കേട്ടോ ആദ്യം ക്ലീൻ ചെയ്തത്. ബാക്കി ഹോളും റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. ആദ്യം സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്ത് എന്നിട്ടാണ് അകത്തെ റൂമിലേക്കൊക്കെ കയറിയത് കേട്ടോ. ഞങ്ങളുടെ ഇതാണ് തുടയ്ക്കുന്ന കുറച്ച് ഇളകിയിരിക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞങ്ങൾ പിന്നെ അത് തുടച്ചത്. അങ്ങനെ അപ്പോൾ എൻ്റെ പൂച്ചക്കുട്ടി കേട്ടോ, എൻ്റെ മുത്തുമണിയാണ് സൈഡിൽ വന്ന് കിടക്കുന്നത്. എന്ത് ജോലി ചെയ്താലും കൂടെ വന്നിരിക്കും കേട്ടോ. കാരണം അവന് ക്യാറ്റ് ഫുഡ് വേണം. ഒരു 2 മണിയൊക്കെ ആയപ്പോഴേട്ടോ ഞാൻ ചോറ് കഴിച്ച. ചോറും മോരും മാങ്ങയച്ചാറും തലേന്നത്തെ ഇതുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ എന്താ പറയുക പച്ചടി, അതും കൂട്ടി കഴിച്ചു. പിന്നെ അമ്മയും ഞാനും പൂച്ചക്കുട്ടിങ്ങളുടെ മുകളിൽ പോയിട്ട് മുളകും മല്ലിയെല്ലാം അമ്മ വാരിയെടുത്ത് കേട്ടോ. എന്നിട്ട് അപ്പോഴത്തേക്കൊരു 4 മണിയോളം ആയി കേട്ടോ. പിന്നെ ഞാൻ വെച്ചെന്നാൽ കട്ടൻ കാപ്പി കുടിക്കാൻ. അങ്ങനെ ഞാൻ നേരെ പോയി അടുക്കളയിൽ പോയിട്ട് നല്ലൊരു കട്ടൻ കാപ്പി അങ്ങിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ രാവിലെയും വൈകിട്ടും കട്ടൻ കാപ്പിയാണ് കുടിക്കാറ്. ചായ കുടിക്കും, കൂടുതലും നമ്മുടെ വീട്ടിൽ ഇതാണ് ഇടാറ്. അങ്ങനെ കട്ടൻ കാപ്പി ഇട്ട് അമ്മയ്ക്കൊക്കെ കൊടുത്തു. ഞാനും ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. നല്ല ചൂടായിരുന്നു കേട്ടോ. ആറി കുടിച്ചിട്ടൊക്കെയാണ് പതുക്കെയാണ് 4:30 ഒക്കെ ആകുമ്പോഴേ നമ്മുടെ പൊടിക്കുന്ന മില്ല് തുറക്കത്തുള്ളൂ. വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് അമ്മയാണെങ്കിൽ കവറും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും അമ്മയും അനിയത്തിയും കൂടി നമ്മുടെ ജംഗ്ഷനിലോട്ട് പോകാം കേട്ടോ. നമ്മുടെ ജംഗ്ഷനിലാണ് കേട്ടോ ഇത് മല്ലിയും മുളകൊക്കെ പൊടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ നേരെ അവിടെ പോയി. ഇത് നമ്മുടെ കിച്ചു ആണേ. ഞാൻ പറഞ്ഞില്ലേ മറ്റേ നമ്മുടെ കിച്ചുവും അച്ചും ഒക്കെ അവരെ കേട്ടോ ഇവിടെ കുഞ്ഞു കാളേനെ ഉണ്ടാക്കിയ കുട്ടികളാണ് കേട്ടോ. അങ്ങനെ അവരോട് കണ്ട് ഹായ് ഒക്കെ പറഞ്ഞു. പിന്നെ നേരെ വന്നപ്പോൾ കട തുറന്നില്ല. പിന്നെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ അങ്കിള് വന്ന് മില്ലൊക്കെ തുറന്നു. പിന്നെ അങ്കിള് വന്ന് മില്ലൊക്കെ തുറന്നു. ഞങ്ങളെക്കാട്ടി മുന്നേ ഒരു ആൻറ്റി വന്നായിരുന്നു കേട്ടോ. അവരുടെ മുളകാണ് ആദ്യം പൊടിച്ചത്. നമ്മളത് വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ മുളകും മല്ലിയെല്ലാം പൊടിച്ച് നമ്മൾ നേരെ കടയിൽ നിന്ന് ഇതാട്ടോ നമ്മുടെ ജംഗ്ഷനാണ് കേട്ടോ ഇത്. പിന്നെ ഞാനും അമ്മയും അനിയത്തിയും കൂടെ നമ്മൾ പോയ വഴിയിലൂടെ പതുക്കെ നടന്ന് ഒരു നല്ല ഗ്രാമപ്രദേശം പോലെ തോന്നുന്നുണ്ട് കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. പിന്നെ ഞാനും അനിയത്തിയും കൂടെ നമ്മുടെ കീരുവഴിയിലാണെങ്കിൽ കടയിൽ പോയി പലചരക്ക് സാധനം മേടിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ട പ്രദേശമാണ്, നല്ല രസമില്ലേ കാണാൻ. ഞങ്ങൾ ഇതുവഴിയാണ് കേട്ടോ പോകുന്നത്. നല്ല അടിപൊളി വഴിയാണ്, നല്ല വൈബാണ്. സന്ധ്യ സമയത്തൊക്കെ ഇവിടെ പോകാമെങ്കിൽ അടിപൊളിയാണ്. നമുക്ക് കുറേ നേരമൊക്കെ നല്ല എന്താ പറയുക നല്ലൊരു ഏരിയ ആണ് കേട്ടോ. അങ്ങനെ ഞാനും അവളും കൂടെ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ എടുക്കുക, കാരണം ഇതൊക്കെ ഒരു നാട്ടിൻ പ്രദേശമല്ലേ, കാണാത്തവരൊക്കെ കാണട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ നമ്മൾ നേരെ കടയിൽ ചെന്നപ്പോൾ എന്താ ഒടുക്കത്തെ തിരക്ക്. കാരണം ഉത്സവം കൂടെ ആയതുകൊണ്ട് ഓൾറെഡി എല്ലാ ആൾക്കാരുണ്ട്. പച്ചക്കറിയൊക്കെ ഓൾറെഡി അമ്മ വാങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ അല്ലാതെ കുറച്ച് പലചരക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം ഞങ്ങൾ വാങ്ങി. കുറേ നേരം അവിടെ നിന്നു. സത്യം പറഞ്ഞാൽ ഇരുട്ടി കഴിഞ്ഞ് ഇറങ്ങിയത് അവിടെ നിന്ന്. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ നമ്മളെക്കാട്ടി മുന്നേ വന്നതല്ലോ. അപ്പോൾ അവരൊക്കെ പിന്നെ സാധനമെല്ലാം വാങ്ങി നമ്മൾ വണ്ടിയിൽ വെച്ച് കേട്ടോ. നേരെ നമ്മൾ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് നമ്മുടെ ഉത്സവമായിട്ട് അവിടെ അമ്പലമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്പലത്തിൻ്റെ തലേന്ന് ഞാനും അവളും കൂടെ നേരെ അമ്പലത്തിലേക്ക് പോയിട്ടോ. പോയപ്പോഴത്തേക്ക് അടിപൊളി നല്ല വൈബ്. കാരണം വെച്ചാൽ ഉത്സവമായതുകൊണ്ട് ലൈറ്റുകളൊക്കെ അറേഞ്ച്മെൻറ്റ് അടിപൊളിയായിട്ട് വെച്ചേക്കുന്ന അമ്പലത്തിൽ കാളയും തേരുമൊക്കെ ഏകദേശം എല്ലാം ഫിനിഷായി. എന്നാൽ പോലും ഞങ്ങളൊന്ന് കാണാൻ പോയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഉത്സവത്തിൻ്റെ തലേന്ന് അമ്പലത്തിലേക്ക് വരുന്നത് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അമ്പലമാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. കാരണം എനിക്കറിയില്ല നാളെ ഉത്സവമാണ്, അശ്വതിയാണ്. അപ്പം അങ്ങനെ ആ ഒരു തലേന്ന് അവിടെ വരാൻ പറ്റി. അപ്പം വെള്ളയൊക്കെ ഇടുന്നതേ ഉള്ളൂ കേട്ടോ നമ്മുടെ തേരയിലൊക്കെ. ആളുകളൊക്കെ അവിടെ ഉണ്ട്, അമ്പലത്തിലെ കരക്കാരെല്ലാവരും ഉണ്ട് അവിടെ. കൊച്ചുകാളയൊക്കെ നാളെ അശ്വതി തന്നെ കരയിലെ കാളകളൊക്കെ വെച്ചത് അമ്പലത്തിൽ വെച്ച് പണിയുന്നതാണ് കേട്ടോ ഈ തേരും വലിയ കാളകളൊക്കെ. അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ മുറ്റത്തോടൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നടന്നു കേട്ടോ.
അപ്പോൾ ഒരുപാട് ആളുകൾ തലേന്ന് തൊഴാനുണ്ടായിരുന്നു കേട്ടോ അകത്ത് കയറി. നമ്മൾ അമ്പലത്തിനകത്ത് കയറിയില്ല കേട്ടോ, കാരണം നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അതുകൊണ്ട് നമ്മൾ അകത്ത് കയറിയില്ല. പിറ്റേന്ന് രാവിലെയല്ല, പിറ്റേന്ന് വൈകിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയത് കേട്ടോ. കാളയൊക്കെ കൊണ്ടുവന്നൊരു ചടങ്ങുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഉത്സവത്തിൻ്റെ. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കല്ലേ കേട്ടോ, എല്ലാവരും കാണണം കേട്ടോ. ഇതാണ് കേട്ടോ തേര്, വലിയ തേരാണ്. ഇത് കാളയാണ് കേട്ടോ. ഇതൊക്കെ അമ്പലത്തിൽ വെച്ച് പണിയുന്നതാണ് കേട്ടോ. ഇതാണ് ഓൾ ഇൻ ഓൾ നമ്മുടെ അമ്പലം, മുകളിൽ ഭാഗം കേട്ടോ, ഏറ്റവും ടോപ്പിൽ പോയിട്ട് എടുത്തതാണ് ഞാനിത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതൊരു കുത്തേനൊരു കയറ്റം പോലെ കേട്ടോ. നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം സത്യം പറഞ്ഞാൽ നിൽക്കാൻ അതുപോലെ ആളുകളായിരുന്നു. കാരണം വെച്ചാൽ കടകൾ, വിച്ചുണ്ണി കടകളും പിന്നെ അതുപോലെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വേണേൽ നമുക്ക് ഇവിടെയൊക്കെ നിൽക്കാം, നാളെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതാണ് കേട്ടോ അമ്പലക്കുളം. നല്ല രസമുണ്ട്. കുളമൊക്കെ ഇപ്പോൾ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല പകൽ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാം, അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ. അങ്ങനെ നമ്മുടെ ഉത്സവത്തിന് വേണ്ടി നമ്മൾ വെയിറ്റിങ്ങിന്, ഒരു വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ നമ്മുടെ ഉത്സവം. 7 കരക്കാരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് നമ്മുടെ ഉത്സവം. സത്യം പറഞ്ഞാൽ നമ്മൾ ഓണം പോലെയാണ് കേട്ടോ നമ്മുടെ മീനഭരണി നമ്മൾ ആഘോഷിക്കുന്നത്. കാരണം നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും സദ്യ എല്ലാ കറികളും കൂട്ടിയാണ് നമ്മളന്ന് ഉത്സവം ആഘോഷിക്കുന്നത്. കാരണം നമ്മളുടെ ഓണം കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഫെസ്റ്റിവൽ നമ്മുടെ ഉത്സവമാണ് മീനഭരണി. അശ്വതി ഭരണി കാർത്തികയാണ് കേട്ടോ. പിന്നെ തിരുവാതിരയ്ക്ക് വിളക്കുണ്ട് കേട്ടോ. തിരുവാതിരയുടെയും വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലോങ് വീഡിയോ ഉണ്ട്, ലൈവ് ഞാൻ ഇടാം. എല്ലാവരും ഒന്ന് കാണണം കേട്ടോ, കാണാൻ മറക്കല്ലേ. പിന്നെ ഓൾറെഡി നമ്മൾ ചാനലിൽ ഫുൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും കാണാൻ ശ്രമിക്കുക. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.